ബിസിനസ് നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് ശ്രീധര. GST നോട്ടീസുകൾക്കുള്ള മറുപടി, രജിസ്ട്രേഷൻ, റിട്ടേൺ ഫയലിംഗ്, അപ്പീൽ ഫയലിംഗ്, അക്കൗണ്ടിംഗ്, ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രൊജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ശ്രീധര അക്കൗണ്ട് വടക്കാഞ്ചേരി. ഫോൺ 9447077369. മറ്റൊരു നമ്പർ 9562467999. നമസ്കാരം, എനിടൈം ന്യൂസിലേക്ക് സ്വാഗതം. എനിക്ക് മറ്റേ പണി അറിയാമെന്ന് നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ പറഞ്ഞതായി പ്രതിപക്ഷ കൗൺസിലർ K. അജിത് കുമാർ. അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് ചെയർമാൻ PN സുരേന്ദ്രൻ. വടക്കാഞ്ചേരി നഗരസഭയിൽ നടന്ന കൗൺസിൽ യോഗത്തിലാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ വാക്കേറ്റമുണ്ടായത്. വികസന പദ്ധതികൾ ചർച്ച ചെയ്യുന്നതിനിടെ ചെയർമാൻ അധിക്ഷേപിച്ചുവെന്നാണ് അജിത് കുമാറിന്റെ ആരോപണം. വടക്കാഞ്ചേരി നഗരസഭയുടെ ജനറൽ കൗൺസിൽ യോഗമാണ് ഇന്ന് നടന്നത്. യഥാർത്ഥത്തിൽ ഏതെങ്കിലും ചന്തയിൽ പോയാൽ ഇതിലും നല്ല സംസാരങ്ങൾ കേൾക്കാം. വളരെ മോശമായ രീതിയിലാണ് നഗരസഭാ ചെയർമാൻ ഇന്ന് കൗൺസിലർമാരോട് പ്രതികരിച്ചത്. ഒരു സംശയം ചോദിക്കുമ്പോൾ എനിക്ക് ആ പണി മാത്രമല്ല മറ്റേ പണി അറിയാം എന്നാണ് പറയുന്നത്. ആ മറ്റേ പണി എന്താണെന്ന് ചോദിച്ചപ്പോൾ അതിപ്പോൾ നിങ്ങളോട് പറയാൻ സൗകര്യമില്ല എന്നുള്ള രീതിയിൽ വളരെ മോശമായി ഡാ വാടാ പോടാ എന്ന് കൗൺസിലർമാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് വളരെ മോശമായ സമീപനമാണ് ചെയർമാൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതോടൊപ്പം തന്നെ നഗരസഭയുടെ ഇന്നത്തെ അജണ്ടയിൽ വെച്ച ചില കാര്യങ്ങൾ, സംശയാസ്പദമായ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ മറുപടി പറയാൻ ധിക്കാരപരമായ സമീപനമാണ് ചെയർമാൻ സ്വീകരിച്ചത്. ഇന്ന് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി അധ്യക്ഷത വഹിക്കാൻ ചെയർമാന് യോഗ്യതയില്ല, അത് ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഒരു അംഗത്തെ തിരഞ്ഞെടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ ആണ് ആ നിയമം എന്ന് പറഞ്ഞപ്പോൾ ചെയർമാൻ പറഞ്ഞത് ചെയർമാൻ അധ്യക്ഷത വഹിക്കാമെന്നാണ്. അതായത് അദ്ദേഹത്തിന് നിയമം, മുനിസിപ്പൽ ആക്ട് എന്താണെന്ന് പോലും അറിയാതെ, അല്ലെങ്കിൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കൗൺസിൽ വരിക. ഈ രീതിയിൽ എങ്ങനെയാണ് ഒരു നഗരസഭ ഭരണം മുന്നോട്ട് പോവുക? 5 പൈസ നഗരസഭയിലില്ല. ഇപ്പോൾ വന്ന പണം കഴിഞ്ഞ വർഷത്തെ ചെലവുകൾക്ക് മാത്രം വിനിയോഗിച്ചാൽ തീരും. പുതിയ പദ്ധതികൾ ഒന്നും തന്നെ തുടങ്ങാൻ കഴിയില്ല. അങ്ങാടി തോറ്റൻ അമ്മയോട് എന്നുള്ള രീതിയിലാണ് ഈ ചെയർമാൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശക്തമായ പ്രക്ഷോഭം, അഴിമതി രൂക്ഷമാണ്. വികസന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടന്നില്ലെങ്കിലും അഴിമതി രൂക്ഷമാണ്. PR അരവിന്ദാക്ഷന്റെ അവധി അപേക്ഷ പ്രതിപക്ഷത്തിന്റെ എതിർപ്പിനെ തുടർന്ന് മാറ്റിവെച്ചതായി കൗൺസിലർ SA ആസാദ് അറിയിച്ചു. ഇതിനിടെ നഗരസഭയിൽ ഇടതുപക്ഷം നടത്തിവരുന്ന വികസന പ്രവർത്തനങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർ ബോധപൂർവം തടസ്സപ്പെടുത്തുകയാണെന്ന് നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ പറഞ്ഞു. K. അജിത് കുമാർ മുണ്ടത്തിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുമ്പോഴും SA ആസാദ് വടക്കാഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുമ്പോഴും ഇവിടുത്തെ ലോക്കൽ ഫണ്ടിനെക്കുറിച്ച് പരാമർശിച്ചപ്പോൾ ഇരുവർക്കും മിണ്ടാട്ടമുണ്ടായില്ല. കക്ഷി രാഷ്ട്രീയം നോക്കാതെയുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഇടതുപക്ഷം നടത്തുന്നത്. വികസന പ്രവർത്തനങ്ങളിൽ UDF എന്നോ BJP എന്നോ നോക്കാറില്ല. വികസന പ്രവർത്തനങ്ങളിൽ തടസ്സം നിൽക്കുന്നതിൽ നിന്ന് UDFന്റെ കൗൺസിലർമാർ പിന്മാറണമെന്നും PN സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. വടക്കാഞ്ചേരി നഗരസഭയിലെ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി UDFും UDFന്റെ കൗൺസിലർമാരും ബോധപൂർവം കൗൺസിൽ യോഗങ്ങളെ അലങ്കോലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വടക്കാഞ്ചേരി നഗരസഭ കഴിഞ്ഞ 8 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ നഗരസഭ തങ്ങൾക്ക് ലഭ്യമാവാത്തതിൻ്റെ ഭാഗമായിട്ടുള്ള ആ വിഷമം വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇന്ന് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ബോധപൂർവമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, ഗവൺമെൻറ് നടത്തുന്ന വിവിധങ്ങളായിട്ടുള്ള ഓഡിറ്റുകളുണ്ട്. ആ ഓഡിറ്റുകളൊക്കെ തന്നെ വളരെ കൃത്യമായ രീതിയിൽ അതിന് മറുപടി കൊടുത്തുകൊണ്ട് കൃത്യമായ രേഖകൾ സഹിതം, അത് ലോക്കൽ ഫണ്ട് ഓഡിറ്റായാലും അഡ്മിനിസ്ട്രേഷൻ ഫണ്ട് ഓഡിറ്റായാലും അതോടൊപ്പം തന്നെ വിവിധങ്ങളായിട്ടുള്ള ഓഡിറ്റുകളായാലും കൃത്യമായ രീതിയിൽ മറുപടി കൊടുക്കുക.
ഞാൻ ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ ഇവർ ഭാരവാഹിയായിരുന്ന മുണ്ടത്തിക്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാരവാഹിയായിരുന്നു ശ്രീ അജിത് കുമാർ. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 2010-15 കാലഘട്ടം. ശ്രീ SA ആസാദ് ഭാരവാഹിയായിരുന്ന 95-2000 കാലഘട്ടം. അതിൻ്റെ ലോക്കൽ ഫണ്ട് ഓഡിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ ഒരുപാട് ഫണ്ടുകൾ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ അതിൽ കാണാൻ വേണ്ടി കഴിയുകയാണ്. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അപ്പോൾ വേറെ വ്യക്തതയില്ലാത്ത രീതിയിൽ എന്തെങ്കിലും പറഞ്ഞു പോവുക എന്നുള്ള സമീപനം സ്വീകരിക്കുകയാണ്. അപ്പോൾ ലോക്കൽ ഫണ്ട് ഓഡിറ്റായാലും മറ്റു ഓഡിറ്റുകളൊക്കെ ആയാലും അതിൻ്റെ കുറി വന്നാൽ കൃത്യമായി മറുപടി കൊടുക്കാനും കൃത്യമായി മറുപടി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അംഗീകാരം തരുന്ന ഒരു രീതിയാണ് വിവിധങ്ങളായിട്ടുള്ള ഈ ഓഡിറ്റ് സംവിധാനങ്ങൾക്ക് നിലവിലുള്ളത്. അത് പെരുപ്പിച്ച് കാട്ടിക്കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയാവുന്ന രീതിയിൽ നമ്മുടെ നാട്ടിലെ ചില മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള നടത്തുന്ന ശ്രമം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താനും ഇല്ലാതാക്കാനുമായിട്ടുള്ള സമീപനമാണ്. പല പരാമർശത്തിലൂടെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, വടക്കാഞ്ചേരി നഗരസഭയുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ഞങ്ങൾ കക്ഷിരാഷ്ട്രീയത്തിനതീതമായി ഡിവിഷനെന്നോ ഡിവിഷൻ കൗൺസിലറെന്നോ അത് UDF എന്നോ BJP എന്നോ വ്യത്യാസമില്ലാതെ എല്ലാ പ്രദേശവും വടക്കാഞ്ചേരി നഗരസഭയുടെ ഭാഗമാണ് എന്ന കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടുള്ള നല്ല പ്രവർത്തനം വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി കഴിയുകയാണ്. ഇപ്പം ഇന്നത്തെ കൗൺസിലിൽ വടക്കാഞ്ചേരി ടൗണുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് STP ഏകദേശം 30 ലക്ഷം രൂപയുടെ പ്രൊജക്റ്റാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടി നഗരസഭ തീരുമാനിച്ചിട്ടുള്ളത്. ആ തീരുമാനത്തിന് വിയോജനം രേഖപ്പെടുത്തുകയാണ്. എന്നാൽ അപ്പുറത്ത് വടക്കാഞ്ചേരിയുടെ പുഴയുടെ മലിനീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമരം നടത്തുമ്പോൾ വടക്കാഞ്ചേരി ടൗൺ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വാർഡൊന്നുമല്ല, അത് UDFൻ്റെ വാർഡാണ്. വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ ബസ് സ്റ്റാൻഡ് കംഫർട്ട് സ്റ്റേഷൻ നിരന്തരമായി കംഫർട്ട് സ്റ്റേഷൻ്റെ അകത്തുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ശാശ്വതമായൊരു പരിഹാരം കാണാൻ ആവശ്യമായിട്ടുള്ള പ്രോജക്റ്റ് സമർപ്പിച്ചപ്പോൾ അതിനും വ്യത്യസ്തമായ രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നൊരു സ്ഥിതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ നാടിനെ നേരിയാക്കില്ല, ഞങ്ങൾ നാട്ടിലെ ജനങ്ങളോടൊപ്പമല്ല എന്ന നിലപാട് UDF തിരുത്തേണ്ട കാലഘട്ടം കഴിഞ്ഞിരിക്കുകയാണ്. ഒരുപാട് വികസന സാധ്യതകൾ പ്രാദേശിക സർക്കാർ എന്ന രീതിയിൽ നമ്മുടെ നഗരസഭയ്ക്കകത്ത് നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. അത് കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള നിലപാടുകളാണ് വടക്കാഞ്ചേരി നഗരസഭയ്ക്കകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ വികസന പ്രവർത്തനങ്ങളാകെ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന രീതിയിലുള്ള നിലപാട് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് കാര്യത്തിലും വ്യത്യസ്ത അഭിപ്രായം പറയുക, ഡിസെൻറ്റിൽ നോട്ടെഴുതുക എന്ന രീതിയിലുള്ള സമീപനം നമ്മുടെ നാടിന് യോജിച്ചതാണോ എന്നത് UDFൻ്റെ നേതാക്കന്മാരും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും നല്ലതുപോലെ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താനുള്ള ഇത്തരം രീതിയിലുള്ള സമീപനങ്ങൾക്കെതിരെ UDFൻ്റെ ഭാഗത്തുനിന്ന് ഉള്ള സമീപനത്തിൽ മാറ്റം വരണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ നാടിൻ്റെ ഉന്നമനമാണ് പ്രധാനമായും നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. ആ ലക്ഷ്യത്തിൽ കൂട്ടായ പ്രവർത്തനം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവരും തയ്യാറാകണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ന്യൂസ് ഡെസ്ക് എനിടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനിടൈം ന്യൂസ്.